ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സദാശിവ. സൈറ്റിൽ അപകടം ഉണ്ടായെന്ന് കേട്ടു. കേസ് എവിടം വരെയായി? അയ്യോ, അതിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ ബാങ്കിലുള്ളത് മുഴുവൻ നുള്ളിപ്പെറിക്കൊണ്ട് പോകുന്ന കാഴ്ചയാ താനീ കാണുന്നത്. ഓ, കഷ്ടമായി പോയല്ലോ. ഞങ്ങളിപ്പോ ഭയങ്കര ബിസിയാ. ഇത് കണ്ടോ, ഇന്ന് രാവിലെ വന്ന അഡ്വാൻസാ. ഇപ്പൊ തന്നെ വർക്ക് ഓവർലോഡാ. പുതിയ എഗ്രിമെന്റ് ഒന്ന് സൈൻ ചെയ്യണ്ടെന്ന് ഞാൻ തീർത്ത് പറഞ്ഞിരിക്കുക. ഇത്ര പെട്ടെന്നൊരു കുതിച്ചേറ്റുണ്ടായിരുന്നു. അത്ഭുതം തന്നെ. എല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ടാ. നിരീശ്വരവാദിയായ നമ്പ്യാർ സാർ ഇപ്പോ ഭയങ്കര ഈശ്വരവിശ്വാസിയല്ലേ. തങ്കുപ്പണിക്കര തന്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് സാർ എപ്പോഴും പറയും. തങ്കുപ്പണിക്കര അതാരെ? ഇടമനക്കാട്ട ജോത്സ്യൻ തങ്കുപ്പണിക്കര അറിയില്ലേ? ഓ, നമ്പ്യാർ സാറിന്റെ പ്രശ്നങ്ങളെല്ലാം തീർത്ത് കൊടുത്ത തങ്കുപ്പണിക്കര. ഓ, എന്നാ ഞാൻ ഈ കാശൊന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് വട്ടെ. അല്പം ധൃതിയുണ്ട്. ഏതായാലും ഇനി ആ വഴിയും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം. തങ്കുപ്പണിക്കരെങ്കിൽ തങ്കുപ്പണിക്കർ. ഗ്രഹങ്ങളെല്ലാം ഉത്തമ സ്ഥാനത്താ. പ്രശ്നവശാൽ യാതൊരു ദോഷവും കാണുന്നില്ല. അങ്ങനെ പറയരുത് എന്റെ പൊന്നു പണിക്കര്. ഇടുത്തി വീഴുന്ന പോലല്ലേ ഓരോന്ന് വന്ന് വീഴുന്നത്. എല്ലാം നന്നായി വന്നാലും ദുഷ്ടശക്തികൾ വല്ല പ്രയോഗവും നടത്തിയിട്ടുണ്ടെങ്കിൽ അരിഷ്ടതകൾ വരാം. ഇനി ആ വഴി കൂടി ഒന്ന് നോക്കട്ടെ. ഓ, പ്രശ്നം വെച്ച് നോക്കേണ്ട യാതൊരു കാര്യമില്ല. സംഗതി എന്താണെന്ന് പിടികിട്ടി. എന്താണാവോ? ഇവനാ പ്രശ്നം. കൂടോത്രത്തിന്റെ മൂർത്തിയാ. ഇരിക്കുന്നിടം മുടിയും. എന്താ ഗുരുവായൂരപ്പാ? നമ്പ്യാരുടെ വീട്ടിൽ ഇവൻ ഇരുന്നപ്പോൾ പ്രശ്നങ്ങൾ അവിടെയായിരുന്നു. ഇപ്പൊ അത് ഇവിടെയായി. ആട്ടെ, നിങ്ങളിത് സന്തോഷപൂർവ്വമാണോ സ്വീകരിച്ചത്? സമ്മാനമായിട്ട് തന്നതല്ലേ, സന്തോഷമായിട്ടില്ലാതെ സ്വീകരിക്കാൻ പറ്റുമോ? പരമദുഷ്ടൻ. സന്തോഷത്തോടു കൂടി വാങ്ങിയത് കൊണ്ടാ ബാധ ഈ കുടുംബത്തിലേക്ക് കുടിയേറിയത്. എല്ലാം ഒന്ന് വിശദമായിട്ട് പറയണ്ടേ ജോത്സരെ? കേട്ടിട്ട് പേടിയാവുന്നു. പേടിക്കണ്ട, പരിഹാരം ഞാൻ തന്നെ പറഞ്ഞുതരാം. എടോ നമ്പ്യാരെ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ഈ എണ്ണം കെട്ട സാധനം സമ്മാനമായി തന്നതിന്റെ ഉദ്ദേശം എനിക്കില്ല മനസ്സിലായത്. ശത്രുക്കളോട് പോലും ഈ ക്രൂരത കാണിക്കരുത്. സത്യം പറഞ്ഞ എന്റെ പൊന്നു പിള്ളേച്ച, എനിക്കിത് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. പക്ഷെ ജോത്സ്യം പറഞ്ഞ സത്യമാണോ എന്നറിയാൻ വേണ്ടി ഒന്ന് പരീക്ഷിച്ചു നോക്കിയതാ. എടോ, തനിക്കിത് പരീക്ഷിക്കാൻ ഈ നാട്ടിൽ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. ഈ ലക്ഷണം കെട്ട സാധനം എന്റെ കുടുംബം കുട്ടിച്ചോറാക്കി. ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. എടോ നിന്നേ, ഞാനൊന്ന് പറയട്ടെ. താനൊന്നും പറയണ്ട. എടോ പിള്ളേച്ച, തന്റെ കയ്യിൽ നിന്ന് സന്തോഷപൂർവ്വം ആരെങ്കിലും പ്രതിമ മേടിച്ചാലേ തന്റെ കുടുംബത്തിൽ നിന്ന് ഈ ബാധ ഒഴിഞ്ഞു പോകത്തുള്ളൂ. പ്രതിമോടിക്കുന്നോട്ടെ, പക്ഷെ ബാധ ഒഴിയത്തില്ല. അത് ശരിയാണല്ലോ. എന്താ സന്തോഷപൂർവ്വം താൻ അങ്ങോട്ട് വാങ്ങിയാട്ടെ? അയ്യോ, ഈ തിരുമോന്നോണ്ട് എങ്ങനെയാ എന്റെ പൊന്നു പിള്ളേച്ച സന്തോഷത്തോടെ ഇത് വാങ്ങുന്നത്? അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും സ്വന്തം കുഴി കൊണ്ടുപോ. എന്റെ പൊന്നു നമ്പ്യാരെ, കുത്തുപാള എടുക്കാറായി. എന്റെ ബിസിനസ് ഒന്ന് പച്ച പിടിച്ചോട്ടെ, ഞാനിത് തിരിച്ചെടുത്തോളാം. തൽക്കാലം താനിതൊന്ന് പിടിക്കേ. എടോ, ഇതിനെ പടിയടച്ച് പിന്നം വെച്ച ശേഷമാണ് ഞാനൊന്ന് വച്ച പിടിച്ചത്. താൻ എന്നെ വെള്ളത്തിലാക്കരുത്. സുധർമ്മേ, അനിയത്തി, പൊന്നനിയത്തി, എന്നെ സ്വന്തം സഹോദരനെ പോലെ കരുതി ഇത് സന്തോഷമായിട്ട് അങ്ങോട്ട് സ്വീകരിച്ചാട്ടെ. എന്റെ പൊന്നു പിള്ള സഹോദര, താൻ വിളക്കണം തള്ളാതെ ഒരു പ്രയോജനമില്ല. ഈ രഹസ്യം അറിയാൻ പാടാത്ത ആരെങ്കിലും തലയെ കെട്ടിവെച്ച് ഈ ഭാഗം ഒളിപ്പിച്ചോ. ഓ, താൻ അനുഭവിക്കൂടോ. പെരുന്നാൾ സമ്മാനമായി ഈ മൊട്ടത്തലയും കൂടോത്രത്തിനെ എനിക്ക് തന്റെ തലയെ വെറുതെ വിടില്ല. നോക്കിക്കോ, നോക്കിക്കോ, നോക്കിക്കോ. പിറന്നാൾ അടിയന്തരോ പെണ്ണമ്മ ഇപ്പൊ ഒന്നും വേണ്ടെന്ന് ഞാൻ അന്നേ വിശാലത്തിനോട് പറഞ്ഞതാ. ഇപ്പൊ അനുഭവിക്കല്ലേ. പാവം പിള്ള, കഷ്ടമായി പോയി. സുധർമ്മേ, ജാതക പ്രകാരം പിള്ളേച്ചിന്റെ സമയം ഇപ്പോഴും ശരിയല്ല. ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് ഞാൻ പറയൂ. ഈ നൂറ്റാണ്ടിൽ ഇതൊക്കെ പറഞ്ഞ ആരെങ്കിലും കളിയാക്കും. ഇത് കുരിശും കൂടൊത്രയൊന്നുമല്ല. വെരി നൈസ്. അയ്യോ, സ്നേഹപൂർവ്വം തുടങ്ങി മോളെ. വല്ല ഗന്ധർവനുമാണെങ്കിൽ നിന്റെ ശരീരത്തെ കയറും. ഗന്ധർവനും പിശാചൊക്കെ വെറും കെട്ടുകഥകളാണെന്നേ. യുക്തിവാദിയായ ആ 4 നമ്പ്യാർ പോലും ഇതിന്റെ മുമ്പിൽ തോറ്റു തുന്നൽപ്പാട് ഈശ്വര വിശ്വാസിയായി. ഓ, ഞാൻ നല്ലതുപോലെ ഓർക്കുന്നു വിശാലം. ഈ കുന്തലാട്ടം വാങ്ങിയ നിമിഷം നമ്മുടെ കാറിന്റെ മുകളിൽ തേങ്ങാ വീണ് ചില്ലപ്പഴ ഉടഞ്ഞു. അന്ന് തൊട്ട് തുടങ്ങിയതല്ലേ പ്രശ്നങ്ങളുടെ ഘോഷയാത്ര.
അതിപ്പോ എല്ലാ കാലവും മനുഷ്യർ ഒരുപോലെ ഇരിക്കുവോ? നമ്മുടെ സമയദോഷം പ്രതിമയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് എന്താ കാര്യം? അതല്ലടി, അച്ഛൻ പറയുന്നതിനും കാര്യമുണ്ട്. ഈശ്വരനുണ്ടെങ്കിൽ ദുഷ്ടശക്തികളും ഉണ്ട്. എന്തൊക്കെയായാലും ഇത് ബാധകേറിയ സാധനം തന്നെയാ. ഈ വർക്കത്ത് കെട്ടതിന്റെ മോന്ത കണ്ടാൽ അറിയാം ഇവൻ കുഴപ്പക്കാരനാണെന്ന്. ഇത് ബാറ്ററിയൊക്കൊന്നുമല്ല, ട്രാക്കുളയാ, ട്രാക്കുള. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ ദേ. സൗന്ദര്യത്തെ പറ്റി കുറ്റം പറഞ്ഞ ഏത് ചെകുത്താനും കോപിക്കുമെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. വെറുതെ മിണ്ടാതിരുന്നു. ഇത് ചെകുത്താനും കുട്ടിച്ചത്തനൊന്നുമല്ല, ഭിത്തിയിലെ ആണി ഇളകി വീണതാ. ആ, ഇങ്ങനെ പോയാ നമ്മുടെ കുടുംബത്തിന്റെ ആടി അടുത്തറ ഇളകി ശ്മശാനം പോലെ ആകുമെന്റെ വിശാലം. ഹലോ, പ്രദീപല്ലേ? ഞാൻ പ്രിയ. ഞാൻ പ്രദീപ. ഏത് നിമിഷവും തന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. എങ്ങനെയുണ്ട് മാൻഡ്രേക്കിന്റെ ലീലാവിലാസങ്ങളൊക്കെ? അപ്പോ എല്ലാം അറിഞ്ഞോണ്ടായിരുന്നു അല്ലേ? സംശയം എന്താ? നിന്റെ തന്ത അലിയാസ് പാരപ്പിള്ള എന്ന എന്റെ ഭാവി അമ്മായിയപ്പൻ മൂക്കുകൊണ്ട് ഇക്ഷ ഇന്ത ഇന്ന ഇറ എന്ന് വരച്ച് ഒരു ദരിദ്രവാസിയായി മാറണം. എന്നാലേ അങ്ങനെ ശരിയാവും. അതിനു വേണ്ടിയാണ് എന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരീക്ഷണം ഞങ്ങൾ നടത്തിയത്. എന്നാലും ഇത്രയും വേണ്ടിയിരുന്നില്ല. ഒന്നുമില്ലെങ്കിലും അച്ഛനൊരു പാവം കോൺട്രാക്ടർ അല്ലേ? അങ്ങനെ സർക്കാരിനെ പറ്റിച്ചുണ്ടാക്കിയ മുതലല്ലേ? കുറച്ചൊക്കെ ഇങ്ങനെ പോട്ടെ. നിനക്ക് മാന്യമായി ജീവിക്കാനുള്ളത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അമ്മയ്ക്ക് എന്തോ സംശയം ഉണ്ടെന്നാ തോന്നണേ. നമുക്കിട്ട് പാര വെക്കുമെന്ന എന്റെ പേടി. അതൊന്നും പേടിക്കണ്ട, ആ കാര്യം ഞാൻ ഏറ്റു. പ്രിയേ, ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ആ റിസീവർ ഒന്ന് മാറ്റി പിടിക്കാമോ? മാനം മര്യാദയായിട്ട് ആണുങ്ങളെ പ്രേമിക്കാൻ സമ്മതിക്കില്ലേ? ഫോൺ താഴെ വയ്ക്കണ കഴിവറി. അത് ചേട്ടാ, ഒരു പ്രാക്ടീസിന് വേണ്ടി ഞാനെല്ലാം കേട്ട് പഠിക്കായിരുന്നു. ഞാൻ ഫോൺ വെക്കാണേ. എന്നെ കൊണ്ടൊന്ന് നീ അച്ഛാ, ദേ ഫോൺ. ഹലോ ഹലോ. ഹലോ, സന്ദീപ് പോയോ? പോയല്ലോ. എനിക്കിപ്പോ കാണുമെന്ന് ഭയങ്കര മോഹമുണ്ട്. എന്നെയോ? എന്തിനാ കുട്ട ശബ്ദം മാറ്റി എന്നെ പറ്റിക്കണേ? 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പറന്നു വന്നേനെ. എന്നിട്ട് ആരാച്ചാ? അതെ, എന്റെ ഒരു ഫ്രണ്ട്